വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ ഹെവി ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് നമ്മളിന്ന് ട്യൂട്ടോറിയലായിട്ട് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു എൽബോ ലെങ്ത് സ്ലീവാണ്. ഈ ഒരു സ്ലീവിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ 2 ബോർഡറിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ 2 ബോർഡറിൽ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. അത് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിതിനകത്ത് ഔട്ട്ലൈൻ കൊടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഒരു സെരി ലൈൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നേരിട്ട് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്ലൗസിൻ്റെ ഈ ഒരു സാരിയുടെ കളർ വന്നിട്ട് ഈ കാണുന്ന ഗ്രീൻ കളറാണ്. അപ്പോൾ കസ്റ്റമർ എനിക്ക് സാരി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ് ബീഡ്സ് 4 mm ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബീഡ്സ് ബ്രൈറ്റ് ഗോൾഡൻ മെറ്റാലിക് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വീറ്റ് ബീഡ്സ് ആണ്. പിന്നെ കുറച്ച് പേൾസ്, പിന്നെ നീഡിൽ ആരി നീഡിൽ നമ്പർ 24 ആണ്. പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഔട്ട്ലൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ നമുക്ക് ഈ ഒരു ബീഡ്സ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഈ ഒരു 2 ഹാഫ് ബീഡ്സ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇതിനെ ഈ ഒരു ബോർഡർ ലൈനോട് ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെയായിട്ട് അടുത്ത ബീഡിന് പകരം നമ്മൾ ഈ ഒരു ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേൾ ബീഡ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഹാഫ് ബീഡ്സ് ആണിത്. ഇത് ഒട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഗോൾഡൻ ബീഡ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കളറിലെ ബീഡ്സ് വർക്കാണ് ഫുള്ളായിട്ടും ഇതിനകത്ത് വരുന്നത്. അതായത് ഗോൾഡൻ കളറും ഈ സാരിയുടെ കളറിലും വരുന്ന ബീഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ഒരു കളറിലെ ബീഡ്സോ സ്റ്റോണോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ത്രെഡ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ബീഡ്സിന് പകരം ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേപോലെ കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതേപോലെ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഈ ഒരു വർക്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ നീഡിലാണ്. ഇതിപ്പോൾ 7 ആണ് ഇതിൻ്റെ നമ്പർ. 6x6 അങ്ങനെ 12 സ്റ്റാൻസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പുറത്തൂടെ ആയിട്ട് ഒരു സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ആരി നീഡിൽ വെച്ചിട്ടും ചെയ്യാം. കുറച്ചുകൂടെ എംബോസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് കൂടുതലെടുത്തിട്ട് നോർമൽ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകുവശത്ത് എങ്ങനെ ത്രെഡ് നോട്ട് ഇടാമെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് നമ്മളിതുപോലെയുള്ള വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ ത്രെഡ് ഉപയോഗിച്ച് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ചുറ്റിലും ഷുഗർ ബീഡ്സ് വെച്ച് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് വീറ്റ് ബീഡ്സ് ആണ്. ഈ ഒരു വീറ്റ് ബീഡ് നമ്മൾ ഈ ഒരു മുകളിലോട്ട് നിൽക്കുന്ന ഈ ഒരു ബീഡ്സിന് നേർക്കായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 3 ബീഡ്സ് ഇരിക്കുന്നത് പോലെയാണ് ഈ ഒരു വീറ്റ് ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നൊരു പ്ലെയിൻ സ്റ്റിച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച്, അവിടെ നിന്ന് വീണ്ടും ഒരു ലോങ് സ്റ്റിച്ച്, എന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡും 2 ബീഡും എടുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് ഇവിടെയായിട്ട് ഒരു സ്റ്റിച്ച്, അവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് കുറച്ചൊന്ന് ചരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട്, എന്നിട്ട് അതിനെ വീണ്ടും ഇതിൻ്റെ 2 ബീഡ്സിൻ്റെ ഇടയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം മൂന്നാമത്തെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പുറത്തോട്ട് നിൽക്കുന്ന ഹാഫ് ബീഡ്സിൻ്റെ നേർക്കായിട്ട് ഈ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 2 ബോർഡറിലും ഔട്ട്ലൈൻ പോലെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഈ ഒരു ഇതേ വർക്ക് നമ്മൾ താഴെ കണ്ട അതേ വർക്ക് തന്നെ മുകളിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത് താഴെ നമ്മൾ 3 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തു പോയത്, മുകളിൽ 4 ബീഡ്സ് വെച്ചിട്ടാണ്. കുറച്ച് ഡിസ്റ്റൻസ് അധികം ഒന്നും കൊടുക്കാണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 വർക്ക്, ഈ ഒരു ബോർഡർ ലൈൻ ചെയ്തതിന് ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിനകത്ത് സ്ട്രിങ് ഡിസൈനാണ്, സ്ട്രിങ് പോലെ സെരി ത്രെഡ് വെച്ചിട്ട് സ്ട്രിങ് പോലുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ചക്കിരിയും എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കുറച്ച് ചക്കിരിയോ അല്ലെങ്കിൽ ബീഡോ സ്റ്റോണോ എന്തെങ്കിലും വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് 4-5 സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചക്കിരി വീണ്ടും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചക്കിരി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെയാണ് ഈ ഓരോ സ്ട്രിങ്ങും ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ കണക്കാക്കുന്നത് മുകളിലൊരു റൈൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോണിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ലെങ്ത്, ഈ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ചക്കിരിക്ക് പകരം ഇടയിലൊരു സ്റ്റോൺ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ ചെയ്തു. ഇനി സെക്കൻഡ് ലൈൻ ചെയ്യുമ്പോൾ വെക്കുന്നത് ഈക്വൽ ആക്കാറുണ്ട്. കുറച്ച് കയറി ഇറങ്ങിയായിട്ടിരിക്കുന്ന രീതിക്കാണ് ചക്കിരി വെക്കുന്നത്. കുറച്ച് കയറി ഇറങ്ങി വരുന്ന രീതിക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ട്രിങ് ചെയ്തു കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സിൽവർ ഷുഗർ ബീഡ്സ് ആണ്. നമ്മുടെ നോർമൽ നീഡിലും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. ഈ ഓരോ ചക്കിരിക്കുള്ളിനകത്തും ഈ ഒരു സിൽവർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാത്തത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അത് സെരി ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ആരി നീഡിൽ ഇതിനകത്തോട്ട് ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നോർമൽ നീഡിൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ചക്കിരിക്കുള്ളിനകത്തും ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജെക്ക് ആൻഡ് സ്റ്റോണി ഈ ഒരു അളവിൽ കിട്ടാത്തത് കൊണ്ടാണ് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ടും ഉപയോഗിക്കാം. അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് ഒരു ഹെവി ലുക്ക് തോന്നുന്ന ഒരു ബ്ലൗസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിലും നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത ബീഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെ ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വൈഭ ഡിസൈൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.